ഈ കോക്രി കാട്ടിയിരിക്കുന്നത് ഏത് മാക്രി എന്നാവുങ്ങളെ വിചാരം? സംശയിക്കണ്ട, ഞാൻ തന്നെയാണ്. വെറുതെ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കണ നേരത്ത് കാമുകൻ വിളിച്ച് എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് വായി നോക്കാൻ പോയിക്കൂടെ എന്ന് ചോദിച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് നീറ്റ് കുളിച്ച് നേരെ അങ്ങോട്ട് ഇറങ്ങി. ഫേസിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഉമ്മം വെക്കണതല്ല. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കിയതാണ്. ഞാൻ സാധാരണ യൂസ് ചെയ്യൽ ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു, പക്ഷേ ഇത് റെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ മുന്നേ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ ഭയങ്കര രസമായി തോന്നി. സത്യത്തിൽ കുളിച്ചൊരുങ്ങി കുട്ടപ്പത്തിയായിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മളോട് പോവാമൊക്കെ പറഞ്ഞല്ലേ, അപ്പോൾ പിന്നെ പോയി നോക്കാം, എവിടുന്നേലും എന്തേലൊക്കെ കിട്ടിയാലോ. അങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ചെന്ന് കയറി കൊടുത്തത് നെസ്റ്റോലാണ്. തിരൂർ നെസ്റ്റോയിൽ അങ്ങോട്ട് ചെന്നപ്പോൾ പടച്ചോനക്കറിയാം എന്തിനാണ് ഇത്രമാത്രം ജനങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കുന്നത്. ആൾക്കാരെങ്ങനെ കണ്ടപ്പോൾ അന്തം വിട്ട കുന്തത്തിനെ പോലെ ആ വരിയിൽ കയറി അങ്ങനെ പോയി കൊടുത്ത്. കുറേ ആണുങ്ങളുണ്ട്, കുറേ പെണ്ണുങ്ങളുണ്ട്, കുറേ കുട്ടികളുണ്ട്. എന്താക്കാനാണ്, രസമാണ്. എനിക്ക് പണ്ടൊന്നും ഇങ്ങനെ ക്രൗഡിന് കൂട്ടത്തിൽ നിൽക്കണമെന്ന് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തൊക്കെ മനസ്സിനൊരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുള്ള ഒരു ക്രൗഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. ഒരുപാട് മനുഷ്യന്മാരെ പല ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന പല ആൾക്കാരും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഇങ്ങനെ പോയി നിൽക്കുമ്പം ഒരു പ്രത്യേക സുഖമാണ്. സാധാരണയായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണം നിർബന്ധമാണ്. അത് അറ്റ്ലീസ്റ്റ് ചായ ആണെങ്കിലും അങ്ങനെ ആയാലും ഓക്കെയാണ് ഞാൻ. പക്ഷേ നെസ്റ്റോയിൽ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം കഴിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ നേരെ വെച്ച് പിടിച്ചത് AK മാളിലേക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് മ്യൂസിക്കാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ കയറിയപ്പം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുഡും കാര്യങ്ങളൊന്നുമില്ല തൽക്കാലം. അവിടെ അവിൽ മിൽക്ക്, അതുപോലെ ഫ്രൈഡ് ചിക്കൻ, ഈ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് അത് കഴിക്കാൻ മൂഡില്ലാത്തതിനെ കൊണ്ട് ഒന്നും നോക്കിയില്ല, കയറിയത് പോലെ ഇറങ്ങി പോകും. നമ്മളെ വള്ളപ്പൈപ്പിന് തിന്നുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വണ്ടിക്ക് ഇന്ധനം കൊടുക്കുന്നത്. മമ്മൂട്ടിക്ക് അത് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫോൺ വെക്കുന്ന ഹോൾഡർ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഈ രാത്രിയിലൊക്കെ നമുക്ക് ഭയങ്കര യൂസാണ്, ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ലൊക്കേഷൻ നോക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ലൊക്കേഷൻ ഇട്ടിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോളി. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുത്തനത്താണിയിലാണ് കേട്ടോ. ആ നേരെ കാണുന്ന ഹാലാമാളാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ പാർക്കിംഗ് ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ അല്ല, ആ രീതിക്കാണ്. കുഴപ്പമില്ല, നമ്മൾ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾക്ക് വേണ്ടുന്ന ഫുഡ് കഴിക്കാവുന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓർഡർ ആക്കിയിട്ടുള്ളത് നല്ല അടിപൊളി പെരി മന്തിയും അതുപോലെ ബീഫ് റിബുമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഫുഡിൻ്റെ റിവ്യൂ പറയുന്ന കാര്യമൊന്നുമല്ല. അതേസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ടേസ്റ്റ് ഇല്ല എന്നും പറയാം. അതാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല മയോണൈസൊക്കെ കൂട്ടി കുഴച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ ബീഫിൻ്റെ പീസും വെച്ചിട്ട് അതുകൊണ്ട് കുഴച്ചിട്ട് തിന്നാണ്ടല്ലോ എൻ്റെ മക്കളെ, ചുറ്റുള്ളൊന്നും കാണൂല, പള്ളം അങ്ങോട്ട് ഫുള്ളായിട്ട് പൊട്ടാനുള്ള പരുവത്തിനായി പോകും. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ നമ്മളുടെ ആയുസിൻ്റെ പകുതിയിലധികം നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ജീവിച്ച് തീർക്കുന്ന ആൾക്കാരാണല്ലോ. അത് വേണ്ടാന്നല്ല, പക്ഷെ ഒരു ലിമിറ്റിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഇഷ്ടപ്പെട്ട ആളുകളെ കാണാനും സംസാരിക്കാനും മിണ്ടാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഏറ്റവും കുറഞ്ഞത് നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾക്കെങ്കിലും തോന്നണ്ടേ. സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് അത്രക്ക് മോശപ്പെട്ടൊരു കാര്യം എന്നല്ലാന്ന്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾക്ക് പോലും ഇഷ്ടപ്പെടാൻ പറ്റാത്ത നമ്മളെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക? അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ സ്നേഹിക്കുക. മറ്റുള്ളവർക്ക് 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ 4ാം സ്ഥാനം ഒക്കെ കൊടുത്താൽ മതിയെന്ന് ഇല്ല പിന്നെ.